നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ചെണ്ടുമല്ലി കൃഷി ഒരു പ്രത്യേക ഘട്ടത്തിലെത്തി നിൽക്കുക. പല ആളുകൾക്കും കൃത്യമായി മൊട്ട് വന്ന് വളർന്നു തുടങ്ങിയിട്ടുണ്ട്. ചില ആളുകൾക്ക് മൊട്ട് വരുന്നുള്ളൂ. ഇതിനൊക്കെയുള്ള കാരണങ്ങൾ നമ്മൾ ഏകദേശം 23 വീഡിയോകളിലായിട്ട് പറഞ്ഞിട്ടുണ്ട്. തൈ നടുണ്ട ഡേറ്റും തുടക്കത്തിൽ കൊടുക്കേണ്ട വളങ്ങളും ഇതെല്ലാം വീഡിയോ എല്ലാവരും കാണണം കേട്ടോ. കണ്ട് മനസ്സിലാക്കിയിട്ട് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഈ 1-ാം തീയതിയോട് അടുപ്പിച്ച് വരുന്ന കോളുകളെല്ലാം മൊട്ട് വന്നിട്ടില്ല, എന്താ ചെയ്യുക എന്നുള്ളതാണ്. അതങ്ങനെ ഒരു വീഡിയോ ഇട്ടതുകൊണ്ടാ. അപ്പോൾ അവരോട് ഞാൻ പറയാതെ എൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ കാണുക. നിങ്ങൾ എന്തൊക്കെ വളം കൊടുത്തു, എല്ലാം കൊടുത്തു എന്ന് പറയുമ്പോഴും ഒരു ചെടിക്ക് വേണ്ട എല്ലാ വളങ്ങളും എന്ന് പറഞ്ഞാൽ ഓരോ വളങ്ങൾ പ്രത്യേകമായി പറയണം. ഇപ്പോൾ രാസവളങ്ങളായും ജൈവവളങ്ങളായും. ഇന്നത്തെ വീഡിയോ ഞാൻ ചെയ്യാനുള്ള കാരണം ഇന്നലെ അല്ല, കുറച്ച് ദിവസം മുന്നൊരു കമൻ്റ് ഇട്ടു, നിങ്ങളൊരു വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ തള്ളലുകളാണ് ഇത് എന്ന് പറഞ്ഞിട്ട്. പ്രിയ സുഹൃത്തെ, ഇതാണ് എൻ്റെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി. ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന തോട്ടല്ലേ. ഞാൻ 3 വർഷം ഈ ചെണ്ടുമല്ലി 3 അല്ല 4 വർഷം ചെണ്ടുമല്ലി കൃഷി ചെയ്ത ആളാണ്. കഴിഞ്ഞ വർഷം ഈ വർഷം ചെയ്തിട്ടില്ല. ഇത് എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്തുള്ള ഒരു സ്ഥലം ഒരാൾ ചെയ്താണ്, ലേറ്റായി നട്ടതാണ്. അപ്പം ഞാൻ 3-4 വർഷം കൃഷി ചെയ്ത അറിവുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അല്ലാതെ ഒരു റൂമിലിരുന്നിട്ടോ ഒരു സ്ഥലത്തോ പോയിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് ഇത് കൃഷി ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യാമെന്നല്ല. ഞാൻ എൻ്റെ കൃഷി അനുഭവങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പുസ്തകത്തിൽ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്താൻ പറയുന്നത്. കാരണം ഞാൻ അങ്ങനെ ചെയ്തിട്ടാണ് ഈ കൃഷി 4 കൊല്ലം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് അദ്ദേഹത്തിനോട് ആണ് പറയേണ്ടത്, കമൻ്റ് അയച്ച ആളോടാണ് പറയണത്. പിന്നെ നിങ്ങൾ കുഴിച്ചിട്ടിട്ട് വളം കൊടുക്കാതെ ചെടിയിൽ പൂവുണ്ടാവുമെന്ന് കരുതിയാൽ അത് ചിലപ്പോൾ ശരിയായിരിക്കാം, എന്നാലും വേണ്ട വളങ്ങൾ എന്തെങ്കിലും കൊടുക്കണ്ടേ. അപ്പം ഞാൻ ഓരോ വളങ്ങളും കൊടുക്കുമ്പോൾ ചെടി വളരാൻ എന്താണ്, വേരുപടലം വളരാൻ എന്താണ്, പൂവുണ്ടാവാൻ എന്താണ്, പൂവ് വലുതാവാൻ എന്താണെന്നൊക്കെ ഓരോന്നും വ്യക്തമായി പറയും. അതിൻ്റെ ഇടയിൽ നമ്മൾ രാസവളം ചെയ്യുന്ന ആളുകൾക്ക് രാസവളത്തിൻ്റെ രീതിയിലും ജൈവവളം ചെയ്യുന്ന ആളുകൾക്ക് ജൈവവളത്തിൻ്റെ രീതിയിലും പറയും. അങ്ങനെ തുടക്കത്തിലിടുമ്പോൾ നമ്മൾ ചാണകപ്പൊടി കമ്പോസ്റ്റ് ഇടാൻ പറഞ്ഞു. അതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതിലങ്ങനെ ചെയ്തു പോയിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം ആ കമൻറ്റിൻ്റെ ഒപ്പം ഇട്ടത് പിന്നെ SOP ഇട്ടിട്ട് പൂവിടാൻ നോക്കൂ, പിന്നെ ഇതൊന്നും പറഞ്ഞുകൊണ്ട് നിന്നിട്ട് കാര്യമില്ല എന്നുള്ളൊരു കമൻറ്റ് ഇട്ടു. അതേ ആൾ തന്നെ കഴിഞ്ഞ കൊല്ലം എന്നെ ആൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നുള്ളതിന് വളരെ സന്തോഷം. കഴിഞ്ഞ കൊല്ലം ആള് നിങ്ങൾ പാലക്കാട്ട് പിന്നെ നല്ല വെയിലുണ്ട് എന്ന് കരുതിയിട്ട് ഞങ്ങളുടെ നാട്ടിലൊക്കെ മഴയാണ് എന്നുള്ള തരത്തിലൊരു കമൻറ്റ് ഇട്ടു. അത് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമില്ലല്ലോ. അപ്പോൾ ഇക്കൊല്ലം പാലക്കാടും മഴ ഉണ്ട്. ഇപ്പം ഈ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ എത്ര വളം കൊടുത്താലും, ഇപ്പോൾ ഒരാൾ എന്നെ കഴിഞ്ഞ ദിവസം മെസ്സേജ് അയച്ചു വിളിച്ചിട്ട് പറഞ്ഞു 6 ദിവസമായിട്ട് മൊട്ട് കണ്ടിട്ട് അതേ അവസ്ഥയിൽ നിൽക്കുകയാണ്. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ മഴ പെയ്യുമ്പോൾ ഈ മൊട്ടിനും ചെടിക്കും വളർച്ച ഉണ്ടാവില്ല. മഴ കുറയുമ്പോഴാണ് ചെടി വളരുക കേട്ടോ, അത് മനസ്സിലാക്കുക. പിന്നെ അതിൽ ഞാൻ ഓരോ വളം കൊടുക്കുമ്പോൾ ഓരോന്നിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ടല്ലോ. ഞാൻ 13, 27, 27 കൊടുക്കാൻ കാരണം എന്താ അറിയോ, ഞാൻ ആ കമ്പനിയുടെ പ്രൊമോട്ടറല്ല. പക്ഷെ ഞാൻ എൻ്റെ നഴ്സറിയിൽ ഗാർഡനിലൊക്കെ ഉപയോഗിക്കുന്ന വളം അതാണ്. കാരണം അതിൽ മൈക്രോ മാക്രോ ന്യൂട്രിയൻസ് എല്ലാം ഉള്ളത് കൊണ്ട് ചെടിക്ക് വേണ്ടത് ചെടി വലിച്ചോളും. അപ്പോൾ അത് കുറഞ്ഞ തോതിൽ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പറഞ്ഞിട്ടുണ്ടായിരുന്നു, തീരെ മൊട്ട് വരാത്ത ആളുകൾക്കും തീരെ മൊട്ടിൻ്റെ ഇത് കാണാത്ത ആളുകൾക്കും SOP സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു സാധനം കാണിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു വീഡിയോയിൽ കേട്ടോ. ഇത് അതാണ് സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്. അപ്പോൾ ഈ സാധനം സ്പ്രേ ചെയ്തുകൊണ്ട് ഹെവി ഡോസാണ്. 0.50, 0.45, 0.50 എന്ന് പറയുന്ന പെർസെൻറ്റേജിൽ വരുന്നതാണ്. അപ്പോൾ ഇത് അടിച്ചു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ പൊട്ടാഷ് ആകിരണം ചെയ്തിട്ട് ചെടിക്ക് പൂവിടാനുള്ളതാണെങ്കിൽ വേഗം പൂടും. പക്ഷേ പൂവിടാനുള്ള സ്വഭാവമുള്ള ചെടിയാണെങ്കിൽ മാത്രം അതിനാണ് ജിബർലിക് ആസിഡ് കയറുന്ന ഏതെങ്കിലും ഒരു വളം കൊടുക്കാൻ പാടില്ല. പിന്നെ ഈ സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് കയറുമ്പോൾ ഇതിൻ്റെ സൾഫറും പൊട്ടാഷും കൂടി ചേർന്ന് സൾഫർ ചേർന്ന് കഴിഞ്ഞാൽ ചെടികൾക്ക് പ്രതിരോധ ശേഷി കൂടുകയും അതുകൂടാതെ ചെടികൾക്ക് ആഹാരം വലിച്ചെടുക്കാനുള്ള കഴിവ് കിട്ടുകയും. ഇതേ സൾഫർ നമ്മൾ 13, 27, 27 കൂടുമ്പോൾ അതിൽ ചെറിയൊരു പെർസെൻറ്റേജ് സൾഫർ ഉണ്ട്, ചെടിക്ക് വേണ്ട സൾഫർ ഇന്ന് കിട്ടും. ഇനി ഇതേ സൾഫർ തന്നെ നമ്മൾ ചാണകപ്പൊടിയും കമ്പോസ്റ്റൊക്കെ ഇടുമ്പോൾ അതിൽ നിന്നും തുടക്കത്തിൽ ചെറിയ തോതിൽ വലിക്കുന്നുണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞുകൊണ്ടാണ് തുടക്കത്തിൽ കൊടുക്കുന്നുണ്ട്, 13, 27, 27 കൊടുക്കുന്നത്. അതുകൊണ്ടാണ് സാധാരണ ഒരാളോട് SOP പറയാത്തത്, സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്. അത്രയും ആവശ്യമാണെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ട് ആ സാധനം അടിച്ചിട്ടും പൂവ് വരാത്ത ആൾ, പൊട്ടാഷ് അത്ര പോരാന്നുള്ള ചെടികൾക്കും സ്ഥലത്തും സൾഫറിൻ്റെ ഗുണം പ്രതിരോധശേഷി നൽകുന്നതോടൊപ്പം തന്നെ വളം വലിച്ചെടുക്കാനുള്ള കഴിവ് ചെടിക്ക് നൽകുന്നുണ്ട്. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇത് സാധാരണ ഇപ്പോൾ എല്ലാവരോടും ഇത് പറയാത്തതിൻ്റെ കാരണം നമ്മൾ കൊടുക്കുന്ന മറ്റു വളങ്ങളിൽ ഇതിലെ കണ്ടന്റുകൾ കുറേ ഉള്ളത് കൊണ്ടാണ് കേട്ടോ. അപ്പോൾ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ചെയ്യുക. കമൻറ്റ് പോസിറ്റീവ് നെഗറ്റീവ് ഇട്ടോട്ടെ, നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ട് ഈ വളം കൊടുക്കുന്നു അല്ലെങ്കിൽ ഇത് കൊടുക്കണ്ട എന്ന് പറഞ്ഞതിൻ്റെ കാര്യമൊക്കെ മനസ്സിലാക്കുക. പിന്നെ ഒരു കാര്യം കൂടി, നമ്മൾ ഇപ്പോൾ മഴയാണെങ്കിൽ മഴ കുറയുന്ന നേരത്തെ ഈ വളങ്ങൾ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുക.
അപ്പോൾ അതിൽ ഇനി വേണ്ടത് പൂ വളരാനുള്ള, പൂ വണ്ണം വയ്ക്കാനുള്ള വളമാണ്. അതുകൊണ്ട് അത് നിർബന്ധമായും പൊട്ടാസ്യം കലർന്ന വളങ്ങളായിരിക്കണം. കൂടാതെ സീവീഡ് എക്സ്ട്രാക്ട് ജെല്ല് നിങ്ങൾക്ക് ഇടവിട്ട് കൊടുക്കുന്നത് പൂവിൻ്റെ മൊട്ട് വലുതാവാനും പൂവ് വലിയതാവാനും ഇടയാക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. അത് ഇടയ്ക്ക് മഴയില്ലാത്തപ്പോൾ അത് കൊടുക്കുക. അതുപോലെ പൊട്ടാസ്യം കണ്ടന്റ് ചേർന്ന 13-27-27 ഇനി അല്ല ഇതന്നെ കൊടുക്കണം നിർബന്ധമുള്ള ഇത് കൊടുത്തോളൂ, പക്ഷേ വളം കൂടരുത്. അതുകൊണ്ടാണ് നമ്മൾ ഓരോ വളത്തും പ്രത്യേകമായി പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. സംശയങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം സംശയമുള്ള ആളുകൾ വിളിക്കുക കേട്ടോ.